ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്യൂബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫ്രിൽ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. ഈ ഫ്രിൽ ഫ്രോക്ക് നമ്മൾ സിബ് വെച്ചിട്ടാട്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ യോക്ക് പീസിനുള്ള അളവുകളെല്ലാം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിത്ത് സിബ്. ഓക്കെ, സിബ് വെച്ചിട്ടാണ് നമ്മൾ 2 ലെയറിലായിട്ടാണ് ഇന്നത്തെ ഫ്രോക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കാണിക്കാം, ജസ്റ്റ് ഒരു പിക്ചർ വരച്ചിട്ട് കാണിക്കാം എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഫ്രോക്ക് ചെയ്യുന്നത് എന്നുള്ളത്. യോക്ക് പീസ് നമ്മൾ ഇതുപോലെ ചെയ്യും. ടക്ക് നമ്മൾ ഇതിലിടുന്നില്ല. കഴിഞ്ഞ ബോക്സ് പ്ലീറ്റിൻ്റെ ഫ്രോക്ക് പഠിച്ച സമയത്ത് അതിലെങ്ങനെ ടക്കിടുണ്ട് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് അത് കണ്ടു നോക്കാട്ടോ. അപ്പോൾ ഇന്നത്തെ ഫ്രോക്ക് നമ്മൾ ഇതുപോലെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യോക്കിൻ്റെ പീസ് ചെയ്യും, ബാക്കിൽ നമ്മൾ സിബ് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ലെയറിലായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫ്രോക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ യോക്ക് പീസിനുള്ള മെഷർമെൻറ്റുകൾ ഇതാണ്. ഷോൾഡർ, ചെസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആദ്യം യോക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പഠിക്കുക. അത് വെച്ചിട്ട് നമ്മൾ പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ഫ്രില്ലും കാര്യങ്ങളും എങ്ങനെ ചെയ്യേണ്ടി എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അത് നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്യാം. അപ്പോൾ ലൈനിങ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിനും ബാക്കിനുള്ള ലൈനിങ് ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. കണ്ടല്ലോ, ഇതുപോലെ 2 പീസായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒറ്റ പീസാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് 4ആക്കി മടക്കേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലും ഒക്കെ ഇപ്പോൾ 2-3 ഫ്രോക്കുകൾ നമ്മൾ ചെയ്ത് പഠിച്ചല്ലോ. അപ്പോൾ അതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് പീസ് മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസ് അതിന് ശേഷം കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. യോക്ക് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ലെങ്ത്ത്. അതിൻ്റെ അളവ് വരുന്നത് 7 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 7 ഇഞ്ചിലേക്ക് 1 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ തയ്ക്കാനും 1/2 ഇഞ്ച് നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ ജോയിൻ ചെയ്ത് കൊടുക്കാനും. പക്ഷേ ഞാനിവിടെ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കുന്നുണ്ട്. കാരണം ഇതുപോലെ കയ്യിൽ കോട്ടൺ തുണിയല്ല, കയ്യിൽ കിട്ടാത്ത തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ ലാസ്റ്റിൽ നമുക്ക് തയ്ച്ച് കഴിഞ്ഞ ശേഷം നമുക്കത് ജോയിൻ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഞാനിവിടെ യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഇവിടെ 8 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 ഇഞ്ച് കിട്ടും. അപ്പോൾ നമ്മുടെ ഷോൾഡർ മെഷർമെൻറ്റ് നമുക്കിത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലൈനിൻ്റെ മുകളിലേക്കായിട്ടാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആമോൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആമോൾ ലെങ്ത്ത് ഞാനിവിടെ 4.25 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടല്ലോ, ഇതാണ് 4.25 ഇഞ്ച് വരുന്നത്. 4.25 ഇഞ്ചിൽ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ചെസ്റ്റ് മെഷർമെൻ്റ് ആണ്. ചെസ്റ്റ് മെഷർമെൻറ്റ് ഇവിടെ എനിക്ക് വരുന്ന ചെസ്റ്റ് മെഷർമെൻറ്റ് പറയുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ 20നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 ഇഞ്ച് കിട്ടും. ആ 5 ഇഞ്ചാണ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 4 ഇഞ്ചും കൂടി നമുക്ക് ലൂസിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ഇഞ്ചും കൂടി നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബോഡി മെഷർമെൻറ്റ് ആയതുകൊണ്ടാണ് 4 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് എടുത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഡ്രസ്സിൽ നിന്നാണ് അളവെടുത്ത് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ആ 4 ഇഞ്ച് ആഡ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ബോഡിയിൽ നിന്നാണ് അളവെടുക്കുന്നത് എങ്കിൽ നിങ്ങളൊരു 4 ഇഞ്ച് ലൂസിന് വേണ്ടി കൊടുക്കുക. അപ്പോൾ ആ മോളിൻ്റെ ഭാഗത്ത് മുകളിൽ ഒരു 4 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇവിടെ നിന്ന് 4 ഇഞ്ച് ഉണ്ടല്ലോ, ഈ 4 ഇഞ്ചിൻ്റെ പകുതി 2 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മുടെ ആമോൾ കർവ് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 പോയിൻറ്റുകൾ എവിടെയാണ് മാച്ചായിട്ട് വരുന്നത് വെച്ച് നോക്കിയിട്ട് ഈ കർവ് ഈ ഒരു സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിവിടെ കർവ് വരച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട്. ഇനി ഫ്രഞ്ച് കർവ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് നോർമലായിട്ട് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നമ്മളിവിടെ ഓൾറെഡി യോക്കിൻ്റെ ഭാഗം നമ്മളിവിടെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് യോക്കിൻ്റെ, അതായത് ഈ യോക്കിൻ്റെ താഴെ ഭാഗത്ത് വേസ്റ്റ് മെഷർമെൻറ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ വേസ്റ്റിൻ്റെ അളവ് നമുക്കിവിടെ 19 ഇഞ്ചാണ്. 19 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4.75 കിട്ടും. 4.25 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഏറ്റവും താഴെയായിട്ട് 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 4 ഇഞ്ച് നമുക്ക് ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പോയിൻറ്റുകൾ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അതുപോലെ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു പോയിൻ്റ് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയും ഭാഗം നമുക്ക് തയ്യൽ തുമ്പായിട്ട് വരുന്നതാട്ടോ. ഇനി നമുക്കിവിടെ നെക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിടുത്ത് ഞാൻ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നെക്കിനെ ഇറക്കം ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 2.5 ഇഞ്ചാണ്. അധികം ഇറക്കമില്ലാത്ത നെക്കാണ് ഞാനിവിടെ ചെയ്യുന്നത്, കുറച്ച് കയറി നിൽക്കുന്ന രീതിയിൽ. കാരണം ബാക്കിൽ സിബ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കയറി നിൽക്കുന്ന മോഡലിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രഞ്ച് സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ കർവ് വരച്ചിട്ട് റൗണ്ട് ഷേപ്പിലാണ് നെക്ക് ഞാനിവിടെ കൊടുക്കുന്നത്. നെക്കിന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കിന് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കണം. ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ 1 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. കാരണം ബാക്കിൽ സിബ് വെക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് 1 ഇഞ്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇവിടെയും നമുക്ക് കർവ് വരച്ചെടുക്കാം. റൗണ്ട് ഷേപ്പ് തന്നെയാണ് ബാക്കിൽ ഞാൻ കൊടുക്കുന്നത്. ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇറക്കം കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഷോൾഡർ സ്ലോപ്പും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗം പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഇതിന് മുമ്പത്തെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, എല്ലാവരും ഒന്നും കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ മെഷർമെൻറ്റുകളും കാര്യങ്ങളും അപ്പുറത്തെ സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക, എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ മെഷർമെൻറ്റുകളും നമ്മൾ അളന്നെടുത്തിട്ടുള്ള എല്ലാ മെഷർമെൻറ്റുകളും ആ ഒരു പീസിലേക്കും കറക്റ്റായിട്ട് കിട്ടും. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് നമുക്ക് നെക്കിൻ്റെ ഭാഗങ്ങളെല്ലാം ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കൊക്കെ ജസ്റ്റ് ഞാൻ ഇതിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് മാത്രമാണ്. അപ്പോൾ നമുക്കിനി ബാക്ക് പീസ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ബാക്ക് പീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ തുണി രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു 4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ബാക്കിൽ നമ്മൾ സിബ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ സിബിന് വേണ്ടിയിട്ട് നമുക്കൊരു 4 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോർമൽ സിബ് വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമുക്ക് നോർമൽ സിബ് ചെയ്യുന്നത് എങ്ങനെ പഠിക്കാം, അതിനുശേഷം നമുക്ക് ഇൻവിസിബിൾ സിബിലേക്ക് പോകാം. കണ്ടല്ലോ, ഇനി വരച്ച ഈ ലൈനിൻ്റെ മുകളിൽ കറക്റ്റ് ആ മുകളിലായിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പീസ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ മെഷർമെൻറ്റുകളും കറക്റ്റ് ഈ ഒരു അളവിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. അതിൽ മാറ്റമൊന്നും വരുന്നില്ല. നമ്മളൊരു എക്സ്ട്രാ ഒരു 4 ഇഞ്ച് മാത്രം അവിടെ വീതിക്ക് നമ്മളൊരു എക്സ്ട്രാ ഒരു 4 ഇഞ്ച് മാത്രം നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ഈ ഒരു ബാക്ക് നെക്കും കൂടി നമുക്കിതിലേക്ക് മാർക്ക് ചെയ്തെടുക്കണം അല്ലേ. കറക്റ്റ് ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ആ ഒരു പോയിൻ്റ് നമുക്ക് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം, ബാക്ക് പീസിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ വിടുത്ത് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടില്ല. 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കർവ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് നമുക്ക് ബാക്ക് പീസിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് നെക്ക് വരുന്നത്. അതുപോലെ ബാക്ക് പീസ് ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ബാക്ക് ഈ ഒരു സൈഡിലേക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചിട്ടിട്ട് നമുക്കിത് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ നെക്കിൻ്റെ ആ ഷേപ്പ് നമുക്ക് മറ്റേ പീസിലേക്കും കറക്റ്റായിട്ട് കിട്ടും. കണ്ടല്ലോ, ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കതൊന്ന് ചോക്ക വെച്ചിട്ടൊന്നും കൂടി ഡാർക്കൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും വരുന്നത്. ഇനി ഇതേ പീസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മെയിൻ തുണി കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. കണ്ടില്ല, ഞാനിവിടെ തുണി എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ കയ്യിലുള്ളൊരു സാരിയാണ്. അപ്പോൾ ആ സാരിയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാരി ഇങ്ങനെ ബോർഡർ വരുന്ന സാരിയാണ്. അപ്പോൾ സൈഡിൽ കണ്ടല്ലോ ഇതുപോലെ റെഡ് കളറിൽ ബോർഡർ ഉണ്ട്. പക്ഷേ ആ ബോർഡർ ഞാനിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആ ബോർഡറൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ സാരിയിൽ നിന്ന് ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് ആദ്യം മാറ്റി വെച്ചതാണ്. എല്ലാം കൂടി നമ്മൾ ടേബിളിൽ വിരിച്ചിടാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് വേണ്ടിയിട്ട് കേട്ടോ, ബോഡി പീസിനും വേണ്ടിയിട്ട് മാത്രമല്ല. ഇവിടെയും കൂടി കുറച്ച് ബോർഡർ വരുന്നുണ്ട്, അതും കൂടി ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തുണി നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൽ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു മെയിൻ തുണിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ തുണി ഇതുപോലെ രണ്ടാക്കി, മെയിൻ തുണി ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഫ്രണ്ട് പീസിനെ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്കിത് കട്ട് ചെയ്യാം. എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്യാം. ബാക്ക് പീസ് ഞാൻ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് കട്ട് ചെയ്യാനുണ്ടെന്നുള്ളത്. ഇനി രണ്ടും കൂടി ഓപ്പൺ ആക്കി വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം ഈ നെക്കിൻ്റെ ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കാരണം ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ബാക്ക് പീസാണ്. ഇനി ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മളിതാ ഓൾറെഡി നെക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നെക്ക് മാത്രം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പോർഷൻസ് ഒന്നും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അത് നമ്മൾ നെക്ക് ചെയ്യേണ്ടത് നെക്കാണ്. അപ്പോൾ നെക്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഒരുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇവിടെ ഉള്ളിലൊരു 4 ഇഞ്ച് ഭാഗം വിട്ടിട്ട് നമുക്കിവിടെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ഉൾവശമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. 4 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് ആ 4 ഇഞ്ച് വിട്ട ഭാഗത്ത് ഇതുപോലെ നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കാം. നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് അത് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതുപോലെ ചെയ്തെടുക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ വേണം നമ്മളിത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുകളിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണ് എളുപ്പം വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ബാക്ക് പീസ് ഞാനിപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് സിബ് വെക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ സിബിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നോർമൽ സിബാണ് എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ നോർമൽ സിബ് വരുന്നത്. ആദ്യം നമുക്ക് ബാക്ക് പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തുണി ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ സെൻറ്റർ നമുക്ക് കറക്റ്റായിട്ട് അതിൽ വീണ് കിട്ടും.
ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വെച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പീസ് തുണിയുടെ ആവശ്യമുണ്ട്. നമ്മൾ ലൈനിങ്ങിൻ്റെ പീസ് ബാക്കിയുള്ളതെന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററും നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് കറക്റ്റ് നമ്മുടെ ആ ബോഡി പീസിൻ്റെ ലെങ്ത്ത് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വിടുത്ത് എത്രയെന്നുള്ളത് കാണിക്കാം. ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഞാനിവിടെ ഏകദേശം എടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ്. ജസ്റ്റ് ഒന്ന് ടാപ്പ് വെച്ചിട്ട് കാണിക്കാം. ഇതുപോലെ 3 ഇഞ്ചാണ് നമുക്കിതിൻ്റെ വീതി വേണ്ടത്. ലെങ്ത്ത് നമ്മുടെ യോക്ക് പീസിൻ്റെ അതേ ലെങ്ത്ത് തന്നെയാണ് വേണ്ടത്. രണ്ടിനെയും സെൻറ്റർ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര ലെങ്ത്തിലാണ് സിബ്ബ് വെക്കേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ സിബ്ബ് വെക്കുന്നത് ഒരു 6 ഇഞ്ച് ലെങ്ത്തിലാണ് സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 6 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് 6 ഇഞ്ച് കിടക്കുന്നത്. 6 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഈ തുണിയിൽ നമുക്ക് അതേ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഒരു 1/2 ഇഞ്ച് മുകളിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ഇഞ്ചിൽ ഞാനിവിടെ ആദ്യം ഏറ്റവും ടോപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് താഴത്തേക്കാണ് ഞാൻ സിബിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തിട്ടുള്ള 1/2 ഇഞ്ച് ഉണ്ടല്ലോ, ആ 1/2 ഇഞ്ചിൻ്റെ ഭാഗത്ത് നമുക്കൊരു ലൈനായിട്ട് അങ്ങ് വരച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അളവ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമല്ലോ. ഓക്കെ, 1/2 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ അങ്ങ് ലൈന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈനിൻ്റെ സൈഡിലായിട്ട് സെൻട്രൽ ലൈൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് സൈഡിലേക്കായിട്ട് 2 ഭാഗത്തും 1/4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ സെൻട്രൽ ലൈൻ വരുന്നത്. അതിൻ്റെ 2 സൈഡിലേക്കും ഒരു 1/4 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പോയിന്റിൽ നിന്ന് താഴെയുള്ള ഈ ഒരു പോയിന്റിലേക്ക് നമുക്കിതുപോലെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു വി ഷേപ്പ് ആയിട്ടായിരിക്കും നമുക്കിത് കിട്ടുക. പെന്നോ പെൻസിലോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരക്കായിരിക്കും ഒന്നും കൂടി നല്ലത്. നമ്മൾ ചോക്ക വെച്ച് വരക്കുന്നേക്കാളും ഒന്നും കൂടി എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, പെന്ന് വെച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പെൻസിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പമായിട്ട് കിട്ടും കേട്ടോ. കണ്ടാൽ ഇതുപോലെ ചെറിയൊരു വി ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. ഇനി ഈ ഒരു പീസിനെ നമുക്ക് നമ്മുടെ ബാക്ക് പീസിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ വെക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ബാക്ക് പീസ് നമ്മൾ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ ആ ലൈൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെൻറ്റർ ലൈൻ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഓക്കെ, നമ്മൾ അയൺ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഒരു തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കുന്ന തുണി ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ സിബ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടാവും. അപ്പം ഇനി നമ്മൾ ഈ രണ്ടിൻ്റെയും സെൻറ്ററുകളുടെ ഒരുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. വെക്കുന്ന സമയത്ത് കണ്ടല്ലോ മുകളിൽ നിങ്ങൾ നോക്കുക, മുകളിലേക്ക് നമ്മൾ ഈ 1/2 ഇഞ്ച് നമ്മുടെ നെക്കിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നെക്കിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. രണ്ടിൻ്റെയും സെൻറ്ററുകൾ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസിനെയും ഇവിടെ പിൻ ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ഇതുപോലെ പിന്ന് നിങ്ങളെ കയ്യിൽ തന്നെ കരുതി വെക്കുക കേട്ടോ. കാരണം നമുക്കെപ്പോഴും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. തുണി നീങ്ങിപ്പോകാതൊക്കെ നമുക്ക് വൃത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്കിത് ഈ ഒരു ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു വി ഷേപ്പിൽ ഇവിടെ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ലൈനിലൂടെ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് ഞാൻ സ്റ്റിച്ചിങ് മെഷീനിൽ കാണിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ ഒരു 1/2 ഇഞ്ച് ഇതുപോലെ നെക്കിനോട് കറക്റ്റായിട്ട് നമ്മളിവിടെ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ 1/4 ഇഞ്ച് വീതിക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ചെയ്യുന്നത്. നമ്മൾ മുകളിൽ നെക്കിൻ്റെ ഭാഗത്ത് എക്സ്ട്രാ എടുത്ത ഒരു 1/2 ഇഞ്ച് ഉണ്ടല്ലോ, അതാണ് നമ്മളവിടെ മടക്കി വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്കിനോട് കറക്റ്റായിട്ട് വേണം മടക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കറക്റ്റ് ആ ലൈൻസിലൂടെ നമ്മളിത് മെല്ലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അധികം വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു 1/4 ഇഞ്ചിൽ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ല, നമ്മൾ 1/4 ഇഞ്ച് മാത്രമാണ് നമ്മൾ തുണിയിൽ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ സെൻറ്ററിലൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. താഴെ വരെ ഇത് ആ ഒരു വി ഷേപ്പിൻ്റെ എൻഡിൽ വരെ നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി ഒരു പിന്നൊക്കെ മാറ്റിയിട്ട് ഈ ഒരു പീസിനെ നമുക്ക് ബാക്കിലേക്ക് മറിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പീസ് മറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് അയൺ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് അവിടെ കിടന്നോളും. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകളിലൂടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഏതായാലും സിബ് വെക്കുന്ന സമയത്തൊന്ന് സ്റ്റിച്ച് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതൊന്ന് അയൺ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അയൺ ചെയ്തെടുത്താൽ തന്നെ അത് നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും. കണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ തന്നെ അയൺ ചെയ്തെടുത്തതുകൊണ്ട് നല്ല നീറ്റായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുടക്കക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സിബ് വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ഒരു സിബിൻ്റെ മുകൾ വശം ഇതുപോലെ മുകളിലേക്ക് വരുന്ന രീതിയിൽ സിബ് ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മെത്തേഡാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. കണ്ടല്ലോ, ഈ ഒരു സിബിൻ്റെ മുകളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒരു സ്റ്റോപ്പർ പോർഷൻ ഉണ്ടല്ലേ, ഒരു കമ്പിയുടെ ചെറിയൊരു പോർഷൻ വരുന്നുണ്ട്, അവിടെ വരെയാണ് നമ്മൾ സിബ് വരുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് ഒന്നെങ്കിലും മടക്കി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. 2 രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ഇതാണ് നമ്മുടെ സിബ് വരുന്നത്. അതിൻ്റെ ബാക്ക് വശത്ത് വെച്ചിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. കണ്ടല്ലോ, ഇതുപോലെ നമ്മുടെ ഈ ഒരു എൻഡിലൊരു ശകലം തള്ളിയിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ.
കറക്റ്റ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു പീസിനെ നമുക്ക് എക്സ്ട്രാ വരുന്നൊരു ഭാഗം സിബിൻ്റെ ഈ ഒരു ഭാഗം നമുക്കിതാ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇല്ലെങ്കിൽ നമുക്കിവിടുത്തെ കട്ട് ചെയ്ത് കളയാം. അത് രണ്ട് രീതിക്കും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ഇത് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പഠിക്കാം. ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് സ്റ്റിപ്പ് വെച്ച് ചെയ്യുന്നത് നമുക്ക് മടക്കിയിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ ഇത് ഈ ഒരു നമ്മുടെ ഈ ഒരു അറ്റത്ത് ഒരു ഒറ്റ ഇഞ്ച് നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് തള്ളിയിട്ട് നമുക്ക് വെച്ചെടുക്കാം. ഇതുപോലെ വേണം നമ്മളിത് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടല്ലോ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. കറക്റ്റ് ഇതുപോലെ നമ്മൾ ഈ ഒരു എൻഡിൽ ഇത് വെച്ചെടുക്കുക. എന്നിട്ട് നമ്മളിതാ മുകളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ നമുക്കൊന്ന് ലോക്ക് ഇട്ടിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. സിബ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് സിബ് വെച്ചിട്ട് മെല്ലെ മെല്ലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ സിബ് നമ്മുടെ ആ ഒരു പീസിൻ്റെ ഉള്ളിലേക്ക് ഒരു ശകലം തള്ളിയിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങ് സിബിൻ്റെ അടുത്തൂടെ സ്റ്റിച്ച് ചെയ്ത് പോകരുത്. ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് ഈ ഒരു എൻഡിലെത്തുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിർത്താം. എന്നിട്ട് ഇത് തിരിച്ചിട്ട് നമ്മൾ ഈ ഒരു സിബിനെ ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ക്ലോസ് ചെയ്തെടുത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു സിബിൻ്റെ ഇങ്ങേ വശത്തേക്ക് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് വീണ്ടും ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് ഇപ്പുറത്തേക്ക് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം. ഇത്രയേ ഉള്ളൂ സിബ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെത്തേഡാണ്. നോർമൽ സിബാണ് ചെയ്തിട്ടുള്ളത്. കണ്ടാൽ ഇവിടെ നമ്മൾ ലോക്ക് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് സിബ് ചെയ്യാൻ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുക എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മളിപ്പോൾ ഫൈനലായിട്ട് സിബ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എക്സ്ട്രാ വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ്. ഇനി ഈ ഒരു പീസ് നമുക്കിതിൽ ഹെമ്മിങ് ചെയ്ത് വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഹെമ്മിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസ് ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കണം. ഫ്രണ്ട് പീസ് ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കാം. അതിന് വേണ്ടി ഈ ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കറക്റ്റായിട്ട് ഈ ഒരു പീസ് നമ്മൾ നിവർത്തി വെക്കുക. ബാക്ക് പീസ് നമ്മൾ ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് പീസിനെ നിവർത്തി വെക്കാം. എന്നിട്ട് ഈ ഒരു രണ്ടിൻ്റെയും ഈ ഒരു ജോയിനിങ് വരുന്ന ഭാഗം കറക്റ്റായിട്ട് ഒരുമിച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെ കറക്റ്റ് ഒരുമിച്ച് വെച്ച് കൊടുത്ത് ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് പിൻ ചെയ്ത് വെക്കാം. വേണമെങ്കിൽ രണ്ട് ഭാഗം കറക്റ്റായിട്ട് ഒരേപോലെ ഈക്വലായിട്ട് പിടിച്ചിട്ട് നമ്മളിതിവിടെ പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പിൻ ചെയ്തിട്ടുള്ള ഭാഗത്ത് കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് ഷോൾഡർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തയ്യൽ തുമ്പ് ഉൾവശത്തേക്ക് പോകും, പുറത്തേക്ക് അത് കാണില്ല. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ 2 തവണ ഞാൻ ഈ ഒരു ഒറ്റ ഷോൾഡറിൻ്റെ 2 തവണ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഷോൾഡർ ഞാൻ ചെയ്തു, മറ്റേ ഷോൾഡർ നിങ്ങൾ ചെയ്യുക കേട്ടോ. ഈ ഒരു പീസിനെ നമ്മളിതുപോലെ ഓപ്പൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമുക്കിത് തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് വശം. ഇത് ബാക്ക് സൈഡിൽ ഇങ്ങനെ വരും. ഇനി മറ്റേ ഭാഗം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 2 സൈഡ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മോൾ ഫിനിഷ് ചെയ്യാം. ആ മോൾ ഇവിടെ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 1 ഇഞ്ച് വീതി വരുന്ന ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മുടെ നമ്മുടെ ആ മോളിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ക്രോസ് പീസ് വെച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ള കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ വീഡിയോസിലും ഇതുവരെ ചെയ്തിട്ടുള്ള ഫ്രോക്കിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഇതുപോലെ നമ്മുടെ ആ മോളിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്ലീവ് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യും. എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതും കൂടി കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ലീവിൻ്റെ കാര്യം കൂടി പറയുന്ന സമയത്ത് ഒന്നും കൂടി ലെങ്ത്ത് കൂടും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്കിതുപോലെ ഇങ്ങനെ കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ടിട്ട് കൊടുത്തിട്ട് ഈ ഒരു ക്രോസ് പീസിനെ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഷേപ്പിൽ തന്നെ തിരിഞ്ഞ് കിട്ടും. ഇതിനെ ബാക്ക് സൈഡിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ വരുന്ന തയ്യൽ തുമ്പ് നമ്മുടെ ക്രോസ് പീസിലേക്ക് വെച്ച് കൊടുക്കുക. ക്രോസ് പീസ് വെച്ചിട്ട് തയ്യൽ തുമ്പിനെ കവർ ചെയ്തിട്ട് ഒന്നുകൂടി മടക്കി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കറക്റ്റായിട്ട് ഇവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെന്നില്ല, അതായത് ഇത്രയും കണ്ട് നിങ്ങൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ അറ്റത്ത് എത്തിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.
ഓക്കെ, അപ്പോൾ നമ്മളൊരു ഭാഗം ക്രോസ് പീസ് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ് വശം ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ടാപ്പ് വെച്ചിട്ട് 1 ഇഞ്ച് എവിടെയെന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ടൊന്ന് ആ 1 ഇഞ്ച് നമുക്ക് ഇവിടെ താഴെയും മുകളിലും നോക്കിയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോഡി പീസിൻ്റെ ഏകദേശം വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ക്രോസ് പീസൊക്കെ എക്സ്ട്രാ വരുന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി മറ്റേ സൈഡും കൂടി നമുക്കിതുപോലെ 1 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോഡി പീസിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ താഴെവശത്തേക്കുള്ള സ്കേർട്ടിൻ്റെ ഭാഗം ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻസൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്കേർട്ടിൻ്റെ ഇപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ വേസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഒരു സൈഡ് വരുന്നത് നമുക്ക് 10 ഇഞ്ചാണല്ലേ വരുന്നത്. ഇതേപോലെ തന്നെ മറ്റേ സൈഡും എന്തുണ്ടാകും, 10 ഇഞ്ച് ഉണ്ടാവും. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും 10 ഇഞ്ച് വരുമ്പോൾ നമുക്ക് ടോട്ടൽ എത്രയാണ്, 20 ആണ് വരിക അല്ലേ. വേസ്റ്റ് റൗണ്ട് വരുന്നത് 20 ആണ്. അപ്പോൾ ഈ 20 വെച്ചിട്ടാണ് നമ്മൾ ഇനി വരുന്ന കാൽക്കുലേഷൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയാണെന്നുള്ളത് നോക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നമ്മുടെ ഫിഗർ ഒന്ന് വരച്ചിട്ട് ഒന്നുകൂടി ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാണ് നമ്മുടെ ബോഡി പീസ് വരുന്നത്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് താഴത്തേക്ക് ഇതുപോലെ ഫസ്റ്റ് ലെയർ വരുന്നുണ്ട്. പ്ലീറ്റ്സ് നമ്മൾ ഇതിലിട്ട് പോകും. ഇതുപോലെ നമുക്ക് സെക്കൻഡ് ലെയറും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത്. നമ്മുടെ സ്കേർട്ട് ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാനിവിടെ എടുക്കുന്നത് 12 ഇഞ്ചാണ് സ്കേർട്ട് ലെങ്ത്ത് എനിക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു സ്കേർട്ട് ലെങ്ത്ത് നമ്മൾ ഫുള്ളായിട്ടാണ് 12 ഇഞ്ച് വേണ്ടത്. പക്ഷെ നമുക്കിവിടെ എന്താണ്, ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഉണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് ലെയറാണ്, സെക്കൻഡ് ലെയറാണ്. അപ്പോൾ ഈ ഒരു 12 ഇഞ്ചിനെ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് 2 ലെയറിനും വേണ്ടിയിട്ട്, ഫസ്റ്റ് ലെയറിനും സെക്കൻഡ് ലെയറിനും കൂടെ. അപ്പം ഒരു ഫസ്റ്റ് ലെയർ വരുന്നത് ഇപ്പോൾ 12 ഇഞ്ചിനെ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഇഞ്ച് വരില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറിന് 6 ഇഞ്ച് ലെങ്ത്ത് വേണം, സെക്കൻഡ് ലെയറിനും 6 ഇഞ്ച് ലെങ്ത്ത് വേണം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫസ്റ്റ് ലെയറിനെ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഫസ്റ്റ് ലെയറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്, 6 ഇഞ്ചാണ് അല്ലേ. പക്ഷേ 6 ഇഞ്ച് മതിയോ, നമുക്കിവിടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് കൂട്ടി തയ്ക്കാനും താഴെ മടക്കി അയക്കാനും കൂടി വേണ്ടിയിട്ട് 1.5 ഇഞ്ചും കൂടി നമുക്ക് വേണം. 1.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 7.5 ഇഞ്ചാണ് എനിക്കിതിന് വേണ്ടത്, മുകളിൽ തയ്ക്കാനും താഴെ മടക്കി തയ്ക്കാനും. ഇനി നമുക്കിതിൻ്റെ വിഡ്ത്ത് നോക്കാം. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പ്ലീറ്റ്സ് ഇട്ട് പോകണമല്ലോ. അതിന് വേണ്ടിയിട്ട് വേസ്റ്റിൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ തുണി എടുക്കേണ്ടത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും വേണം. വേസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 20 ഇഞ്ച്. 3 ഇരട്ടി പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടി കൂട്ടിയിട്ട് നമുക്ക് ടോട്ടലി 61 ഇഞ്ച് വിഡ്ത്ത് വരുന്ന തുണിയാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ലൈനിങ് വേണമല്ലോ. അപ്പോൾ ലൈനിങ് നമുക്ക് നോക്കാം. ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് ഇവിടെ നോക്കാം. നമ്മുടെ ഈ ഒരു പീസിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് ലൈനിങ് എടുക്കാം. 7 ഇഞ്ചാണ് നമ്മുടെ മെയിൻ തുണി വരുന്നത്. പക്ഷെ നമുക്ക് 6.5 ഇഞ്ച് നമുക്ക് എന്ത് മതി, നമ്മുടെ താഴെ പീസിനായിട്ട് ലൈനിങ് പീസിനായിട്ട് മതി. അപ്പോൾ അതാണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് വരുന്നത്. നമുക്ക് ലൈനിങ്ങിന് പ്ലീറ്റ്സ് ഇടണമല്ലോ. ലൈനിങ് എത്ര വീതിക്ക് വേണം എന്നുള്ളത് നോക്കാം. നമ്മുടെ വേസ്റ്റ് റൗണ്ടിനേക്കാളും 2 ഇരട്ടി തുണി മതി. നമ്മളിവിടെ 3 ഇരട്ടി എടുത്തത്, പക്ഷേ ലൈനിങ് നമുക്ക് 2 ഇരട്ടി മതി. 2 ഇരട്ടി പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പോൾ നമുക്ക് ടോട്ടലി 41 ഇഞ്ചാണ് വേണ്ടത്. ഇതെല്ലാം നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ കേസിലാണ്. 7 ഇഞ്ച്, 61 ഇഞ്ച്, 6.5 ഇഞ്ച്, അതുപോലെ 41 ഇഞ്ച്. ഇത്രയും നമ്മുടെ ഫസ്റ്റ് ലെയറാണ്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ. അപ്പോൾ സെക്കൻഡ് ലെയർ നിങ്ങളിവിടെ നോക്കുക. സെക്കൻഡ് ലെയറിൻ്റെ ലെങ്ത്ത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ സെക്കൻഡ് ലെയർ നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ്ങിലേക്കാണ് വെച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ലെയറിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ പകുതിയോളം കയറ്റി വെക്കണം. നമ്മൾ സെക്കൻഡ് ലെയർ കയറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത്, 6 ഇഞ്ചാണല്ലോ. ഓൾറെഡി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 ഇഞ്ച് നമുക്ക് വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ലെയറിൻ്റെ പകുതിയിലേക്ക് കയറ്റി വെക്കാൻ നമുക്ക് ഫസ്റ്റ് ലെയറിൻ്റെ പകുതിയും കൂടി വേണം. ഫസ്റ്റ് ലെയർ എത്രയാണ്, 6 ഇഞ്ച്, അതിൻ്റെ പകുതി 3 ഇഞ്ച്. പ്ലസ് നമുക്ക് എന്ത് ചെയ്യണം, തയ്യൽ തുമ്പ് വേണം. എത്രയാണ് തയ്യൽ തുമ്പ് വേണ്ടത്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി വേണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലി 11.5 ഇഞ്ച് ലെങ്ത്ത് ഏതിന് വേണം, സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് വേണം. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിൻ്റെ വിഡ്ത്ത് നമുക്ക് പ്ലീറ്റ്സ് ഇടണമല്ലോ. അതിന് എത്ര വിഡ്ത്ത് വേണം നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ്ങിലേക്കാണ് നമ്മൾ സെക്കൻഡ് ലെയറിനെ കയറ്റി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈനിങ്ങിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തെടുക്കേണ്ടത്, സെക്കൻഡ് ലെയർ എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ലൈനിങ് എത്രയാണ്, 41 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു 41 ഇഞ്ചിലേക്കാണ് നമ്മൾ സെക്കൻഡ് ലെയറിനെ വെച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 41 ഇഞ്ചിനാൽ 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പാണ്. അപ്പോൾ നമുക്ക് 40 ഇഞ്ച് എടുത്താൽ മതി. അപ്പോൾ ആ 45 ഇഞ്ചിൻ്റെ 3 ഇരട്ടിയും 1 ഇഞ്ച് തയ്യൽ തുമ്പും. അപ്പോൾ ടോട്ടലി എത്ര നമുക്ക് വരും,
40 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി? 120 പ്ലസ് 1 121 ഇഞ്ച് നമുക്ക് ടോട്ടലി ഏത് വേണം? സെക്കൻഡ് ലെയർ വിടുത്ത് വേണം, തുണിക്ക് വിടുത്ത് വേണം. അപ്പോൾ ഒന്നും കൂടി പറയാം, നമ്മുടെ സെക്കൻഡ് ലെയർ ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ്ങിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ്ങിൻ്റെ വിടുത്ത് എത്രയാണ്? 40 ഇഞ്ചാണ് അല്ലേ? അപ്പോൾ 40 ഇഞ്ചിൻ്റെ 3 ഇരട്ടി കൂട്ടുമ്പോൾ നമുക്ക് 120 കിട്ടും. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 121 ഇഞ്ച്. നമുക്ക് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് നോക്കാം. 11.5 ഇഞ്ചാണ് നമ്മുടെ മെയിൻ തുണി വരുന്നത്. 11.5 ഇഞ്ചിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ട് 10 ഇഞ്ച് നമുക്ക് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് മതി. ഇനി ലൈനിങ്ങിൻ്റെ വിടുത്ത് നോക്കാം. അത് നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ് എത്രയാണ്? 40 ഇഞ്ചാണല്ലോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ 2 ഇരട്ടി തുണി നമുക്ക് എന്തിനു മതി? ലൈനിങ്ങിന് വേണ്ടിയിട്ട് മതി. 40 × 2 പ്ലസ് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിനും കൂടി എടുക്കാം. അപ്പോൾ ടോട്ടലി എത്ര വരും? 81 ഇഞ്ചാണ് നമുക്ക് ലൈനിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെയും സെക്കൻഡ് ലെയറിൻ്റെയും കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ലെയറിൻ്റെ തുണിയാണ്. ഫസ്റ്റ് ലെയറിൻ്റെ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി നമുക്ക് സ്കർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത് 12 ഇഞ്ചാണ്. പക്ഷേ അത് നമ്മൾ 2 ലെയർ ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 6 ഇഞ്ചാക്കി മാറ്റി. 6 ഇഞ്ചും പ്ലസ് നമുക്ക് എന്ത് വേണം? 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് വേണം. അപ്പോൾ നമുക്ക് ടോട്ടലി 7 ഇഞ്ച് വേണമല്ലോ ലെങ്ത്ത്. നമുക്ക് വിടുത്താണ് വേണ്ടത്. വിടുത്തെന്ന് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത്? വേസ്റ്റിൻ്റെ അളവ് എത്രയാണ്? 20 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് അളവ്. അതിൻ്റെ 3 ഇരട്ടിയും അതിലേക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് നമുക്ക് 61 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിനുള്ള കണക്കനുസരിച്ച് 61 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 7 ഇഞ്ച് ലെങ്ത്തുള്ള പീസാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് അതിൻ്റെ വിടുത്തൊന്ന് കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ 2 മടക്കിയാണ് വെച്ചിട്ടുള്ളത് തുണി. അപ്പോൾ അതിൻ്റെ വിടുത്ത് നോക്കുന്ന സമയത്ത് കണ്ടല്ലോ നിങ്ങൾ 30.5 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 30.5 ഇഞ്ചിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 61 ഇഞ്ചായല്ലോ. ഓക്കെ, അപ്പോൾ ഈ തുണി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് നോക്കാം. ലൈനിങ് ഇതാ ഇത്രയും നമുക്ക് മതി. ഇപ്പം ഞാനിവിടെ ലൈനിങ്ങിൽ നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്. നമ്മളിവിടെ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് പറഞ്ഞത് 6.5 ഇഞ്ചാണ്. പക്ഷെ നമുക്ക് അത്രയും വേണ്ട കേട്ടോ. നമുക്കൊരു 4 ഇഞ്ച് മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ പകുതിയിലേക്കാണല്ലോ കണ്ടല്ലോ ഇവിടേക്കാണ് നമ്മൾ തുണി കയറ്റി വെക്കുന്നത്. അപ്പോൾ ഇത്രയും ലൈനിങ് നമുക്ക് മതി. വെറുതെ തുണി വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ലൈനിങ് നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ പകുതി എത്രയാണ്? ഫസ്റ്റ് ലെയറിൻ്റെ ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ചാലേ. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 3 ഇഞ്ചേ വരുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് 1 ഇഞ്ച് കൂട്ടിയിട്ട് 4 ഇഞ്ച് മാത്രം നമുക്ക് എന്ത് മതി? ലൈനിങ്ങിൻ്റെ ഇറക്കം മതി, ലെങ്ത്ത് മതി. ഒരുപാട് തുണി ഇട്ടിട്ട് വേസ്റ്റ് ആക്കേണ്ട. ആ എഡ്ജിലേക്ക്, ആ ലൈനിങ്ങിൻ്റെ എൻഡിലേക്കാണ് നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 6 വേണ്ട, 4 ഇഞ്ച് തന്നെ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിടുത്തെന്ന് പറയുന്നത് കണ്ടല്ലോ വേസ്റ്റ് റൗണ്ടിൻ്റെ 2 ഇരട്ടിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 40 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെ 41 ഇഞ്ച് കണ്ടല്ലോ. 4 ഇഞ്ച് ഞാനിപ്പോൾ ഇറക്കമുള്ള തുണി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 41 ഇഞ്ച് വീതിയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു തുണീൻ്റെ സൈഡ് വശം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടല്ലോ ഇവിടെ സൈഡ് നമുക്ക് കൂട്ടി കൊടുക്കാം. അതുമാത്രമല്ല ഇതിൻ്റെ താഴ്വശം കൂടി നമുക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. തുണിയുടെ താഴ്വശം അരയിഞ്ച് മടക്കിയിട്ട് നമുക്കങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ സൈഡും കൂട്ടി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ലൈനിങ്ങിലും ചെയ്തെടുക്കാം. ലൈനിങ്ങിൻ്റെ ഇതുപോലെ 2 വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് വശം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ അടിവശം നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം അതിലേക്കാണല്ലോ നമ്മൾ സെക്കൻഡ് ലെയറിനെ വെച്ചെടുക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇവിടെയാണ് നമ്മൾ താഴ്വശം വരുന്നത്. അവിടെ നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് നമ്മുടെ ലൈനിങ്ങിൻ്റെ തുണിയാണ്. ലൈനിങ്ങിൻ്റെ തുണിയുടെ സൈഡ് വശം ഞാനിവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് മെയിൻ തുണി നമുക്കിതുപോലെ തന്നെ 2 മടക്കിയിട്ട് അതിൻ്റെ സൈഡ് വശം കൂടി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഒരു തുണിയുടെ താഴ്വശം കൂടി നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാനറിയാമല്ലോ. കണ്ടല്ലോ നമ്മളിപ്പോൾ ഇതോടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെയർ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ എങ്ങനെ ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡ് പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ 2 എഡ്ജസാണ് ഈ വരുന്നത്, 2 എൻഡുകൾ അല്ലേ, 2 സൈഡ് വശമാണ് ഈ വരുന്നത്. ഇതുപോലെ 2 ഈക്വലാക്കി മടക്കിയിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി പീസും ഇതുപോലെ 2 മടക്കി കൊടുത്തിട്ട് അവിടെ നമുക്ക് സെൻറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. ബാക്ക് സൈഡിൽ പിന്നെ ജിബ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ സെൻറ്റർ, അതുപോലെ മറ്റേ സൈഡിലും ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ ഫ്രണ്ടിൽ വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു പീസിനെ, ഈ ഒരു സെൻറ്റർ പീസ് കറക്റ്റാക്കിയിട്ട് സെൻറ്ററുകൾ കറക്റ്റാക്കിയിട്ട് അങ്ങ് വെച്ചെടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ഒന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെ പിൻ ചെയ്ത് വെക്കുക. അതുപോലെ ഈ ഒരു പീസിനെ നമ്മൾ ഈ ഒരു ബാക്ക് പീസിൻ്റെ സെൻറ്ററിനോട് ചേർത്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ബാക്കിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അവിടെയും നമുക്കൊന്ന് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ 2 സെൻറ്ററുകൾ തമ്മിൽ നമുക്ക് ഈക്വലായിട്ട് ഒരു ഭാഗത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സൈഡ് വശം നമുക്ക് ചെയ്ത് കൊടുക്കാം. സൈഡ് വശം ഇതാ ഈ ഒരു ജോയിൻറ്റിലേക്ക്, ഇവിടെ വരുന്ന ഈ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ, ഈ ജോയിൻറ്റിനെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് ഇതാ വെച്ചിട്ട് ഇവിടെയും നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും പിൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ.
കണ്ടല്ലോ. ഇനി ഈ ഒരു സൈഡിലേക്കും നമ്മളുടെ ഈ ഒരു എൻഡ് വശം നമുക്ക് ഇവിടെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 വശം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. 4 പിന്നുകൾ നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പിന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഭാഗത്തേക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ ഇത്രയും ഭാഗത്തേക്ക് നമുക്ക് ഈ വരുന്ന എക്സ്ട്രാ പീസുകൾ നമുക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഒരു പിന്ന് തൊട്ട് മറ്റേ പിന്ന് വരെ വരുന്ന ഭാഗങ്ങൾ നമ്മൾ ആ ഒരു ഭാഗത്താണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. കണ്ടല്ലോ, ഇത്രയും ഭാഗത്തേക്ക് ഇതിന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യാതെ നമ്മൾ ചെയ്യാന്നുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പല തോന്നിയ രീതിയിലായിരിക്കും പ്ലീറ്റ്സ് വരിക. പക്ഷേ ഇങ്ങനെ നമ്മൾ പിൻ ചെയ്തിട്ട് ഈക്വലാക്കിയിട്ട് പിൻ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലീറ്റ്സുകളെല്ലാം ഒരേപോലെ എല്ലാ സൈഡിലും ഈക്വലായിട്ട് കിട്ടും. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാതെ ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് നമുക്ക് പ്ലീറ്റ്സുകളുടെ എണ്ണം കൂടും, ചില സ്ഥലത്ത് നമുക്ക് പ്ലീറ്റ്സ് കിട്ടൂല, തുണി കുറഞ്ഞു പോകും. ഇങ്ങനെ ആകുമ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് എല്ലാ ഭാഗത്തും 4 വശത്തും 4 പിന്നുകൾ നമ്മൾ കുത്തിയിട്ടുണ്ട്. അപ്പോൾ 4 ഭാഗത്തും ഒരേപോലെ തന്നെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പ്ലീറ്റ്സ് ഇടുന്നത് ഒന്ന് ഫാസ്റ്റായിട്ട് കാണിക്കാം. അപ്പോൾ പ്ലീറ്റ്സ് ഇടുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പ്ലീറ്റ്സ് ഇടാൻ എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പ്ലീറ്റഡ് ഫ്രോക്കുകൾ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് അറിയാവുന്നതായിരിക്കും പ്ലീറ്റ്സ് എങ്ങനെ ഇടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമ്മൾ കുറച്ച് പ്ലീറ്റ്സ് ഇടുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയാണ് ഞാൻ ലാസ്റ്റ് വരെ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞു. കണ്ടാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതുപോലെ കേട്ടോ നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലൈനിങ് കൂടിയും ചെയ്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ലൈനിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ പീസും ഇതുപോലെ സൈഡ് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു പീസിനെ കറക്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കുക. നമ്മൾ ലൈനിങ് പീസിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആ ഒരു ഫ്രോക്കിൻ്റെ പീസിനെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് വശം ജോയിൻ ചെയ്തെടുത്തിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് വശം കൂടി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുക്കാം. അപ്പോൾ ഈ ലൈനിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമുക്ക് അധികം നമ്മൾ മെയിൻ തുണി ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് ലൈനിങ്ങിൻ്റെ പീസ് ഉണ്ടാവില്ല. നമ്മൾ 2 ഇരട്ടിയല്ലേ തുണി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഏകദേശം ഒന്ന് കണക്കാക്കിയിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. കാരണം ലൈനിങ് ആണ് ഉള്ളിലേക്ക് പോകുന്ന പീസാണ്, അതിലത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ കഴിയുന്ന രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ലെയറിൻ്റെ തുണി ഇങ്ങനെ മുകളിലോട്ട് കയറി വരാതെ കറക്റ്റ് നോക്കണം കേട്ടോ. താഴത്തേക്ക് ആക്കി വെച്ചിട്ട് ലെവൽ ചെയ്തിട്ട് തന്നെ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയുള്ള പ്ലീറ്റ്സ് ഇടാൻ നിങ്ങൾക്ക് എളുപ്പമായിട്ട് അറിയാം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നമുക്കിനി ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി. നമുക്ക് സെക്കൻഡ് ലെയറിൻ്റെ കേസ് നോക്കാം. സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് ലെയർ പറയുന്നത്. കാരണം എന്താണ്, സെക്കൻഡ് ലെയർ നമ്മൾ ഏതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്? ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ്ങിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ് എത്രയാണ് വരുന്നത്? 40 ഇഞ്ചാണല്ലേ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ലെയർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം സെക്കൻഡ് ലെയറിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത്? 6 ഇഞ്ച്. നമ്മൾ ഓൾറെഡി പറഞ്ഞ 6 ഇഞ്ചും പിന്നെ ഫസ്റ്റ് ലെയറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയറിൻ്റെ പകുതി, അതായത് 3 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. അങ്ങനെ നമുക്ക് 11.5 ഇഞ്ച് ലെങ്ത്ത് വേണം. അപ്പോൾ ആ 11.5 ഇഞ്ച് ലെങ്ത്തുള്ള പീസും അതുപോലെ നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ് ഉണ്ടല്ലോ, ലൈനിങ് ഇത്രയും 40 ഇഞ്ചാണ് എൻ്റെ വിടുത്ത് വരുന്നത്. അതിൻ്റെ 3 ഇരട്ടിയും തുണി ഞാനൊക്കെ ഇവിടെ എടുത്ത് റെഡിയാക്കി ആ അളവിലൊക്കെ പറഞ്ഞ അളവിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡ് വശങ്ങൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെയാണ് നമ്മളിതും ചെയ്യുന്നത്. ഫസ്റ്റ് ലെയറിൽ നമ്മളെന്താ ആദ്യം ചെയ്തത്? ഇതിൻ്റെ സൈഡ് വശങ്ങൾ നമ്മൾ കൂട്ടി കൊടുത്തില്ല, ജോയിൻ ചെയ്തെടുത്തു. എന്നിട്ട് അടിവശം നമ്മൾ മടക്കി തയ്ച്ചെടുത്തു. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തെടുക്കുകയാണ്? സെക്കൻഡ് ലെയറിൻ്റെ തുണിയും ലൈനിങ്ങും നമ്മൾ ചെയ്തെടുക്കണം. കാരണം ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അടിവശം മടക്കി തയ്ച്ചിട്ടുണ്ട്, സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു സെക്കൻഡ് ലെയറിനെ വെച്ചെടുക്കുന്നത് ഏതിലേക്കാണ്? ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ്ങിലേക്കാണ്. ഇതാണ് നമ്മുടെ പീസിലെ ഫസ്റ്റ് ലെയർ വരുന്നത്. ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ് ഈ കിടക്കുന്നതാണ് ലൈനിങ്. ഈ ലൈനിങ്ങിലേക്കാണ് നമ്മൾ സെക്കൻഡ് ലെയറിനെ വെച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് ലെയറിൽ ചെയ്ത പോലെ തന്നെ 4 ഭാഗങ്ങളാക്കിയിട്ട് പിൻ കുത്തിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഏകദേശ കാൽക്കുലേഷൻ നോക്കിയിട്ട് ഒരു 4 ഇതിനെ ഡിവൈഡ് ചെയ്ത് ഞാൻ തന്നെ അങ്ങ് ഡിവൈഡ് ചെയ്തു. ഇതൊന്നും വെച്ചിട്ട് ഞാനൊന്ന് ടാപ്പും കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഞാനൊന്ന് ഈക്വലാക്കി ഡിവൈഡ് ചെയ്യുന്നൊന്നുമില്ല. ഏകദേശം ഒന്ന് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാവുക. ജസ്റ്റ് നോക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ എവിടെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു കണക്ക് നോക്കിയിട്ട് ഞാൻ ഇവിടെ ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഭാഗത്തും താഴെ ഭാഗത്തും സെൻറ്റർ ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട്
നമ്മുടെ ഈ ഒരു സൈഡ് വശത്തേക്ക് നോക്കുക കേട്ടോ, ഒരേപോലെ ഈക്വലായിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. നോക്കിയിട്ട് നമ്മുടെ സെക്കൻഡ് ലെയർ ഇതാണ് നല്ല വശം മുകളിൽ വരുന്നത്. ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഈ ഒരു സെൻറ്ററിനെ ഇങ്ങോട്ട് വെച്ച് കൊടുത്തു. ഇവിടെ ജോയിൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ലെയറിൽ ഇങ്ങനെ ജോയിൻറ്റ് എനിക്ക് വരുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് പീസുകൾ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് എത്ര നീളത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഏതാണെന്ന് മനസ്സിലാവും കേട്ടോ. ഇനി ഈ സെൻറ്ററിലേക്ക് ഈ ഒരു പീസിനെയും ഇങ്ങോട്ടും വെച്ചെടുക്കുക. എന്നിട്ട് അവിടെയും പിൻ ചെയ്ത് കൊടുക്കുക. എളുപ്പമാണ്. നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെ. പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്, സെക്കൻഡ് ലെയറിനെ നമ്മൾ ഫസ്റ്റ് ലെയറിൻ്റെ ലൈനിങ്ങിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. ഇനി ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ ഈ ഒരു പീസിൻ്റെ അടുത്ത ജോയിനിങ് ഉണ്ടാവില്ല, സൈഡിൽ വരുന്ന ജോയിനിങ്, ആ ഒരു ജോയിനിങ്ങും ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ ഈ ഒരു ലൈനിങ്ങിലേക്ക് വെച്ചിട്ട് അതിനെയും പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ലെയർ നമുക്ക് അധികം കുറച്ചും കൂടി വിടുത്ത് കൂടുതലായിരിക്കും. നമ്മൾ ഫസ്റ്റ് ലെയറിനെ അപേക്ഷിച്ച് സെക്കൻഡ് ലെയർ അധികം കുറച്ചും കൂടി 3 ഇരട്ടിയില്ലേ, ലൈനിങ്ങിൻ്റെയൊക്കെ 3 ഇരട്ടിയാണല്ലോ വരുന്നത്. അപ്പോൾ കുറച്ച് വിടുത്ത് കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ചധികം പ്ലീറ്റ്സ് നമുക്ക് ഇടാനുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളിപ്പോൾ എടുത്ത ലൈനിങ് 2 ഇരട്ടി ലൈനിങ്ങാണ്, നമ്മൾ വേസ്റ്റിനേക്കാൾ 2 ഇരട്ടി ലൈനിങ്ങാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ആ 2 ഇരട്ടിക്ക് പകരം 1.5 ഇരട്ടി ആയാലും മതി. പക്ഷേ അപ്പോൾ അത്രയും പ്ലീറ്റ്സ് കുറയും. പക്ഷേ പ്ലീറ്റ്സ് ഒന്നും കൂടി നിൽക്കുമ്പോൾ ഒന്നും കൂടി രസമായിരിക്കുമല്ലോ കാണാൻ വേണ്ടി. 2 ഇരട്ടി ആകുമ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ കണ്ടല്ലോ, ഞാനിപ്പോൾ ഇതുപോലെ 4 ഡിവൈഡ് ചെയ്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്ത പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇതതുപോലെ ലൈനിങ്ങിലേക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് വെക്കുക. ഇത്രയേ ഉള്ളൂ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം. നമ്മൾ ഒരു ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ പിന്നൊന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങ് പ്ലീറ്റ്സ് ഇട്ടിട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ലൈനിങ്ങും കൂടി ചേർത്ത് കൊടുക്കാനുണ്ടല്ലോ, അതും കൂടി നമ്മൾ ഓൾറെഡി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസ് വരുന്നത്. ലൈനിങ്ങിൻ്റെ താഴെ വശം ഞാൻ സ്റ്റിച്ച് ചെയ്ത് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡ് വശം കൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഏതിനെ കയറ്റി വെച്ച് കൊടുക്കണം, നമ്മുടെ ആ ഒരു ഫ്രോക്കിൻ്റെ പീസിനെ ഇതുപോലെ അങ്ങ് കയറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക, ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക്. ഈ ലൈനിങ് നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ ഇതുപോലെ സെക്കൻഡ് ലെയറിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചങ്ങ് പ്ലീറ്റ്സ് ഇട്ടിട്ട് പോവാം. എളുപ്പമാണ് പരിപാടി. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ കൂടെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് ക്ലിയർ ആവും. വീഡിയോയിൽ കാണുമ്പോൾ കൺഫ്യൂഷൻ, ഒരുപാട് വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് നിങ്ങനെ ബോറടിക്കും. ഇപ്പോൾ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നിങ്ങനെ ബോറടിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് സംഭവം. ഇതിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് പോകാനേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലീറ്റ്സ് ഇതെല്ലാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ജോയിൻ ചെയ്ത ഭാഗങ്ങളിലൊക്കെ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലോക്ക് ചെയ്തിട്ട് ചെയ്തെടുക്കാം. നിർബന്ധമൊന്നുമില്ല. പിന്നെ പോകുന്ന തുണികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്താ കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. നല്ല ഭംഗിയുള്ള ഉടുപ്പല്ല, നമ്മൾ സാരിയൊന്നും ചെയ്തതാണെന്ന് പറയില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ റെഡിമെയ്ഡ് പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 ലെയറിലാണ്. നമ്മുടെ ഫസ്റ്റ് ലെയറാണ് വരുന്നത്, ഇത് നമ്മുടെ സെക്കൻഡ് ലെയറാണ്. ഒരേ എമൗണ്ടിൽ ഒരേപോലെ തന്നെ നമുക്ക് 2 ലെയറും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.